എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യ വീണ്ടും ശ്രീലങ്കയ്ക്കെതിരെയുള്ള അവസാന ഏകദിന മത്സരം കളിക്കാനായി ഇറങ്ങുകയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആണ് ഇന്ത്യ ശ്രീലങ്ക മൂന്നാം ഏകദിനം. ആദ്യം മത്സരം സമനിലയിൽ അവസാനിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി. അതുകൊണ്ടുതന്നെ ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. 2 പുതിയ താരത്തെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അതിൽ ഒരു പ്രധാന താരമാണ് മലയാളി താരം സഞ്ജു. മൊത്തത്തിൽ ഒരു അടിമുടി മാറ്റമായിട്ടാണ് മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക മൂന്നാം ഏകദിനത്തിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദിന റാങ്കിങ്ങിൽ 1-ാം നമ്പർ ടീമാണ് ഇന്ത്യ. പക്ഷേ ഇന്നലെ നടന്ന ശ്രീലങ്കയ്ക്ക് എതിരെയുള്ള ഏകദിനത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു. അതുകൊണ്ടുതന്നെ അവസാന ഏകദിനം എന്ത് വില കൊടുത്തും ജയിക്കാനാണ് ടീം ഇന്ത്യയുടെ പദ്ധതി. ശ്രീലങ്ക കൊളംബോയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടുതന്നെ മൂന്നാം ഏകദിനം തീപാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോഴിതാ അവസാന മത്സരത്തിന് ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. മലയാളി താരം സഞ്ജു വീണ്ടും ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തും എന്നാണ് റിപ്പോർട്ട്. അതുപോലെ സ്പിന്നർ ആയ ചാഹലും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. സഞ്ജു കൂടെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയതോടെ ഇന്ത്യക്ക് ഇനി പേടിക്കാനില്ല. ഇന്നത്തെ പ്രാക്ടീസ് സെഷനിലും സഞ്ജു കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അവസാന ഏകദിനത്തിൽ സഞ്ജുവും ഇന്ത്യൻ ടീമിലുണ്ടാകും എന്ന് തന്നെയാണ്. ബൗളിംഗിലും വലിയ മാറ്റങ്ങളാണ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത്. അർഷദീപ് സിംഗിന് പകരം ചാഹൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തി. ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയ ശ്രേയസ് അയ്യരും KL രാഹുലും ഇപ്പോൾ ഫ്ലോപ്പാണ്. അതുകൊണ്ടുതന്നെ ഇരുവരെയും നാളെ പുറത്തിരുത്താനാണ് സാധ്യത. മൂന്നാം ഏകദിനവും കൊളംബോയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് വിജയസാധ്യത 50-50 ആണ് കാണുന്നത്. ഇനി ശ്രീലങ്കയ്ക്കെതിരെയുള്ള അവസാന ഏകദിനത്തിനുള്ള ഇന്ത്യയുടെ സാധ്യത 11 നോക്കാം. രോഹിത് ശർമ്മ, ഗിൽ, വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, റിയാൻ പരാഗ്, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, ചാഹൽ. ഇതാണ് ഇന്ത്യയുടെ മൂന്നാം ഏകദിനത്തിനുള്ള പ്ലേയിങ് 11. അവസാന ഏകദിനത്തിൽ ഇന്ത്യ മികച്ച പ്രകടനം നടത്തുമെന്ന് ഉറപ്പാണ്. പക്ഷേ ശ്രീലങ്കൻ ടീമിനെ ഇപ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയ്ക്ക് പിറക്കുന്നത് ബാറ്റിംഗിലാണ്. ബാറ്റിംഗിൽ ഇന്ത്യ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കളിച്ചാൽ വിജയം ഇന്ത്യക്കൊപ്പം ആയിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ മൂന്നാം ഏകദിന മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.